ഹലോ ഡിയർ ഫ്രണ്ട്സ്, OETയിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് റൈറ്റിംഗ് എന്ന് പറയണത് അല്ലേ. റൈറ്റിങ്ങിൽ നമുക്ക് C+ മതിയെങ്കിലും കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് എഴുതേണ്ട ഒരു മൊഡ്യൂൾ തന്നെയാണ് റൈറ്റിംഗ്. സോ നമുക്കൊരു റൈറ്റിംഗ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് വിത്ത് കേസ് നോട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് അപ്പം നമ്മുടെ കേസ് നോട്ട്. കേസ് നോട്ടിൽ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ടുഡേയ്സ് ഡേറ്റ് അവർ തന്നു കാണും. കേസ് നോട്ടിൽ പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ഉണ്ടാകും. ആൻഡ് പ്രസൻറ്റിങ് കംപ്ലൈൻറ്റ്, മെഡിക്കൽ ഹിസ്റ്ററി, ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ, ദെൻ എന്തൊക്കെ നഴ്സിംഗ് മാനേജ്മെൻ്റ് ആണ് നമ്മൾ ചെയ്തത്, ദെൻ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ വരുന്നത് നമ്മുടെ ഡിസ്ചാർജ് പ്ലാൻ, ഫോളോ അപ്പ്, ആൻഡ് ലാസ്റ്റ് ആയിട്ട് റൈറ്റിംഗ് ടാസ്ക്. അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു കേസ് നോട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ഫസ്റ്റ് വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റൈറ്റിംഗ് ടാസ്ക് ആണ്. ഇവിടെ റൈറ്റിംഗ് ടാസ്ക്, റൈറ്റ് എ ലെറ്റർ ടു ഡോക്ടർ എമിലി റിനോൾഡ് emphasizing the need for ongoing collaboration and coordination of care between nursing and endocrinology team for Mrs. Thompson optimal well-being. Address a letter to Dr. Emily Renauld, endocrinologist. So അഡ്രസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ നമുക്ക് നോക്കിയാലേ പർപ്പസ് എന്താണെന്ന് അറിയത്തുള്ളൂ. ഇതിലുള്ള പർപ്പസ് എന്ന് പറയുന്നത് എംഫസൈസിങ് ദ നീഡ് ഫോർ ഓൺഗോയിങ് കൊലാബറേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് കെയർ ബിറ്റ്വീൻ നഴ്സിംഗ് ആൻഡ് എൻഡോക്രൈനോളജി ടീം. അപ്പോൾ നഴ്സിംഗ് ടീമും എൻഡോക്രൈനോളജി ടീമും തമ്മിലൊരു കൊളാബറേഷൻ കൊണ്ടുവന്ന് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ പർപ്പസ്, ലെറ്ററിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലെറ്റർ എഴുതാൻ വേണ്ടി ലെറ്ററിൻ്റെ ഫോമാറ്റ് എല്ലാവർക്കും അറിയാം. ആദ്യം നമുക്ക് ഡേറ്റ് വേണം, പിന്നെ അഡ്രസ്സ് വേണം, ദെൻ സല്യൂട്ടേഷൻ, ആർക്കാണോ ലെറ്റർ എഴുതുന്നത് ഡിയർ, അയാളുടെ സർനെയിം വേണം, പിന്നെ വരുന്നത് റെഫറലിൻ്റെ ഡീറ്റെയിൽസിൽ പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ലൈക്ക് പേരോ ഏജോ കൊടുക്കണം. അപ്പോൾ ഡേറ്റ് വേണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡേറ്റ്, ടുഡേയ്സ് ഡേറ്റ്, അസ്യൂം ദാറ്റ് ടുഡേയ്സ് ഡേറ്റ് ഈസ് 24/2/2021. അപ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടി. പിന്നെ വരുന്നത് അഡ്രസ്സാണ്. അഡ്രസ്സ് നമ്മൾ റെസിപ്പിയൻ്റ് അഡ്രസ്സിൽ നമ്മൾ റൈറ്റിംഗ് ടാസ്കിൽ കണ്ടു അല്ലേ, അത് നമുക്ക് എഴുതാം. സോ ഡേറ്റ് എഴുതി, അഡ്രസ്സ് എഴുതി. നിങ്ങൾക്ക് ആദ്യമേ അഡ്രസ്സ് എഴുതിയിട്ട് പിന്നെ ഡേറ്റ് എഴുതാം, അല്ലെങ്കിൽ ഉൾട്ട തിരിച്ചു എഴുതാം. ആദ്യം ഡേറ്റ് എഴുതി പിന്നെ അഡ്രസ്സും എഴുതാം. ഓക്കെ, സോ അഡ്രസ്സ് ഡേറ്റ് കഴിഞ്ഞ് പിന്നെ വരുന്നത് എന്താണ്, സല്യൂട്ടേഷൻ അല്ലേ, ആർക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡോക്ടർ എമിലി റിനോൾഡ്, എമിലിക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. സോ അപ്പം ഡിയർ ഡോക്ടർ റിനോൾഡ് എന്ന് എഴുതിയിട്ട് റെഫറൽ എഴുതണം. എന്താണ് റെഫറൽ, പേഷ്യൻ്റെ പേര്, ഏജ്, അതുപോലുള്ള കാര്യങ്ങൾ. സോ ഇവിടെ പേഷ്യൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് സാറ തോംസൺ, മിസ്സിസ് സാറ തോംസൺ എന്നാണ് പേഷ്യൻ്റെ പേര്. അപ്പം നമുക്ക് ഫുൾ നെയിം തന്നെ എഴുതാം, മിസ്സിസ് സാറ തോംസൺ. പേഷ്യൻ്റെ ഏജ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഇപ്പം രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പേര് മാത്രം മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിയർ ഡോക്ടർ റിനോൾഡ്, റെഫറൽ സാറ തോംസൺ, 44 years ഓൾഡ് ആണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എഴുതാം. ദെൻ പിന്നെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇൻട്രൊഡക്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് നെയിം ഓഫ് ദ പേഷ്യൻറ്റ് ആൻഡ് പർപ്പസ് ഓഫ് ദ ലെറ്റർ ആൻഡ് ദ കറന്റ് സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യൻറ്റ്. ഇപ്പോൾ പേഷ്യൻ്റ് സ്റ്റാറ്റസ് എന്താണ്, ചില സാഹചര്യങ്ങളിൽ ഡയഗ്നോസിസ് ഉണ്ടാകും, ആൻഡ് ആ ഡയഗ്നോസിസിനെ തുടർന്ന് സർജറിയും കഴിഞ്ഞു കാണും അല്ലേ. അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൂടുതൽ പ്രയോറിറ്റി എന്തിനായിരിക്കും കൊടുക്കേണ്ടത്, സർജറിക്ക്. ബിക്കോസ് കറന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്, സർജറിയാണ്. അപ്പം ഇവിടെ പേഷ്യൻ്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് നമ്മൾ നോക്കുക. ഓക്കെ, പേഷ്യൻ്റെ ഡയഗ്നോസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫീറ്റൽ. ഇവിടെ പേഷ്യൻ്റെ ഡയഗ്നോസിസ് കൊടുത്തിട്ടുണ്ട്. ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഫീറ്റൽ മൈക്രോസോമിയാണ്. അപ്പം നമുക്കത് എഴുതാം. ആൻഡ് അപ്പം നമ്മുടെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ വരും, I am writing to request collaboration and coordination between our nursing and endocrinology team to ensure the optimal well-being of Mrs. Sarah Thompson, who is under our care for fetal microsomia. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷനിൽ പേഷ്യൻ്റെ പേര് വന്നു, പർപ്പസ് വന്നു, ആൻഡ് പേഷ്യൻ്റെ ഡയഗ്നോസിസും വന്നു. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് എന്താണ്, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് വരുന്നത് ബോഡി പാരഗ്രാഫാണ്. ബോഡി പാരഗ്രാഫിൽ ആദ്യം നമുക്ക് കേസ് ടാസ്ക് അനുസരിച്ച് സോഷ്യൽ ഹിസ്റ്ററി എഴുതാം, അല്ലെങ്കിൽ പ്രസന്റ് ഹിസ്റ്ററി എഴുതാം. നമ്മുടെ കേസ് നോട്ടിൽ മെഡിക്കൽ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. പേഷ്യൻ്റ്, നമ്മളിപ്പോൾ ലെറ്റർ ചെയ്യുന്നത് എൻഡോക്രൈനോളജിസ്റ്റിനാണ്. അപ്പോൾ പേഷ്യൻറ്റിന് ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, നേരത്തെ തൊട്ട് അത്തരം കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്.
അപ്പം ബെറ്റർ നമുക്ക് എന്താ പാസ്റ്റ് ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി ആദ്യത്തെ പാരഗ്രാഫായിട്ട് എഴുതുന്ന ആണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ മെഡിക്കൽ ഹിസ്റ്ററിയിൽ എന്തൊക്കെയുണ്ട്? ഹിസ്റ്ററി ഓഫ് ഗെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ട്, ഡ്യൂറിംഗ് ദ ഫസ്റ്റ് പ്രഗ്നൻസി, കംപ്ലൈൻറ്റ് വിത്ത് antenatal visit, glucose monitoring and insulin therapy during the current pregnancy.